കേരളത്തെ രണ്ടായി വിഭജിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉയർത്തുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. മലബാറിനെ പ്രത്യേക സംസ്ഥാനമാക്കണമെന്ന ആവശ്യം ഉയർന്നാൽ അത് തള്ളിക്കളയാനാവില്ല എന്നാണ് സംസ്ഥാന നേതാവ് പറഞ്ഞത്. ഇതാണ് വിവാദത്തിന് വഴിവെച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം കെ വാര്യർ ഒരിക്കൽ കൂടി ചേരുകയാണ്. ശ്യാം, സമസ്തയിലെ നേതാക്കൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ഒരു പരാമർശം വിവാദമായതിന് പിന്നാലെ CPM അടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ UDFിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ നിലപാട് എന്തെന്നൊക്കെ CPM ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. എന്താണ് നിലവിലത്തെ സാഹചര്യം? എന്താണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം? ഏറ്റവും എടുത്തു പറയേണ്ടത് നന്ദു അവസാനം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഇത്രയും വലിയ ഒരു വിവാദ പ്രസ്താവന സമസ്തയുടെ SYS നേതാവ് കൂടിയായ മുസ്തഫ മുണ്ടുപ്പാറയാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. പക്ഷേ ആ ഒരു പ്രസ്താവന എതിരെ വലിയ വിവാദങ്ങൾ വന്നിട്ട് പോലും ഏതെങ്കിലും തരത്തിൽ അതിനെതിരെ പ്രതികരിക്കാൻ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളോ തയ്യാറായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം, സമസ്തയെ ഏതെങ്കിലും തരത്തിൽ അകറ്റി നിർത്തുന്നത് വലിയ ഭീഷണിയാവുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നിശബ്ദത UDFിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നാണ് എടുത്തു പറയുന്നത്. നമുക്കറിയാം, +1 വിഷയത്തിൽ മലബാറിനെ അവഗണിക്കുന്നു എന്ന ഒരു ആശങ്ക നിലവിലുണ്ട്. അത്തരം ഒരു ആശങ്ക നിലനിൽക്കെയാണ് ഇത്തരം ഒരു പ്രസ്താവന. അതായത് മലബാർ മേഖലയെ സർക്കാർ അവഗണിക്കുന്നു, അതുകൊണ്ട് തന്നെ മലബാർ മേഖലയെ അതായത് കേരളത്തെ രണ്ടായി വിഭജിച്ച് മലബാർ ഒരു പ്രത്യേക സംസ്ഥാനമാക്കണം എന്നൊരു ആവശ്യമുയർന്നാൽ അതിനെ തള്ളിക്കളയാനാവില്ല എന്നാണ് മുസ്തഫ മുണ്ടുപാറ ഈ +1 വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ പരിപാടിയിൽ പറഞ്ഞത്. നമുക്കറിയാം, നേരത്തെ തന്നെ SDPI അടക്കം മലപ്പുറം ജില്ലയെ രണ്ടായി വിഭജിക്കണം എന്നൊരു ആവശ്യം SDPI നേരത്തെ ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ ജനസംഖ്യ അനുപാതം കണക്കിലെടുത്തുകൊണ്ട് മലപ്പുറത്തെ രണ്ട് ജില്ലകളായി വിഭജിക്കുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന മലബാർ മേഖലയ്ക്ക് കടുത്ത അവഗണന, പ്രത്യേകിച്ച് തൃശ്ശൂർ വരെ കാര്യങ്ങൾ കൃത്യമായി സർക്കാർ പദ്ധതികളടക്കം കൃത്യമായി നടപ്പിലാക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് കാസർഗോഡ് വരെയുള്ള പല ജില്ലകളെയും സർക്കാർ അവഗണിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ മറ്റൊരു അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി മറ്റൊരു സൗകര്യം ഒരുക്കണമെന്ന ആവശ്യമടക്കം ഈ പറയുന്ന മുസ്ലിം സംഘടനകൾ പലപ്പോഴായി ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മേഖല കൂടിയാകുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അത്തരം ആവശ്യം അവർ ഉന്നയിച്ചത്. പക്ഷേ അതിനെതിരെ ഈ പറയുന്നത് പോലെ തന്നെ മുസ്ലിം സംസ്ഥാനം എന്ന രീതിയിലേക്കുള്ള ഒരു നിലപാട് കൂടി അല്ലെങ്കിൽ അത്തരമൊരു വിശദീകരണം കൂടി അതിലേക്ക് ഉണ്ടാകുന്നു. അതാണ് വലിയ വിവാദങ്ങൾക്കടക്കം ഉണ്ടാക്കുന്നത്. എന്തായാലും ഈ ഒരു വിഭജനം കേരളത്തെ രണ്ടായി വിഭജിക്കണമെന്നൊരു ആവശ്യം സംസ്ഥ ഉന്നയിച്ചതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്നലെ മലപ്പുറം CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി നടത്തിയത്. അതായത് ഇത്തരം ഒരു വിഘടനവാദം മലപ്പുറത്ത് നിന്ന് തന്നെ ഉയരുമ്പോൾ അത് വലിയ ഭീകരവാദത്തിലേക്ക് അടക്കം നയിച്ചേക്കാം എന്നൊരു ആശങ്ക അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നു. വിഘടനവാദം എന്നതിനെയാണ് അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നേക്കാം എന്നൊരു സാധ്യതയുണ്ട്. ഇന്ന് സമസ്തയുടെ സ്ഥാപക ദിനമാണ്. രണ്ട് വിഭാഗങ്ങളും ഇന്ന് പരിപാടികൾ നടത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിലടക്കം ഈ മുസ്ലിം ലീഗിന്റെ അടക്കം പ്രതികരണം ഇന്ന് കൂടുതൽ ഉണ്ടായേക്കും എന്ന ഒരു വിശ്വാസമാണ് നമുക്കും ഉള്ളത്. എന്തായാലും വലിയ വിവാദത്തിലേക്ക് ഈ ഒരു പ്രസ്താവന, മുസ്തഫ മുണ്ടുപ്പാറയുടെ പ്രസ്താവന നീങ്ങുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ശരി, ശ്യാം കെ വാര്യരാണ് വിശദാംശങ്ങൾ നൽകിയത്.